ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് ഇന്ന് കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണം. കാരണം വീട്ടിലെ കുറച്ച് ജോലികളും തിരക്കുകളും പറമ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായി പോയതാണ്. എന്നിരുന്നാലും ഇന്ന് വരേണ്ട നേരത്തിന് ഒരു കുറച്ചും കൂടി ഒന്ന് വൈകിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എല്ലാവരും ക്ഷമിക്കുക. ഞാൻ എൻ്റെ ജീവിത കഥ 3-ാം ദിവസം തുടങ്ങുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. കോഴിക്കോട് വന്നിട്ടുള്ള കോഴിക്കോട് നിന്ന് ഒരാൾ വന്ന് എൻ്റെ കല്യാണം ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് കല്യാണം നടത്തി തന്നു. അതിനുശേഷം പിന്നെ ഡെയിലി ഞാൻ കോഴിക്കോട്ടും ഒറ്റപ്പാലവുമായിട്ട് ബസ്സിന് 3 മാസം ഡെയിലി പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ആ യാത്ര വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അവിടെ ഒറ്റപ്പാലത്ത് തന്നെ നമ്മളൊരു ചെറിയ സ്ഥലം മേടിച്ച് അവിടെ ഒരു ചെറിയ വീട് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ പിയൂൺ ഒരു ശങ്കരനാരായണൻ നായരുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് വീടൊക്കെ വെച്ചതെന്ന്. അങ്ങനെ പക്ഷേ കറണ്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പിന്നെ ഞാൻ അവിടെ 1-2 വീടുകളിലൊക്കെ 1 മാസം 2 മാസമൊക്കെ അങ്ങനെ വാടകയ്ക്കും താമസിച്ചിട്ടുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് പെട്ടെന്ന് എൻ്റെ മോളുണ്ടാവുകയും ചെയ്തു. പിന്നെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നാൾ ഒരു വീടിൻ്റെ എൻ്റെ സ്വന്തം വീടാണ് അവിടെ. അവിടുത്തെ ചേച്ചിമാരെല്ലാം കൂടി എന്നെ അവിടെ നിർത്തി വളരെ സന്തോഷപൂർവ്വം ഞങ്ങളവിടെ കഴിഞ്ഞു വന്നു. അങ്ങനെ സ്കൂളിലും വന്ന് അങ്ങനെ കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. അതിനിടയിൽ ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത് 1983-ലാണ് ജോയിൻ ചെയ്യുന്നത്. അന്ന് എന്നോടൊപ്പം എൻ്റെ ഒരു ടീച്ചർ, വിലാസിനി ടീച്ചർ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കന്ന് 28 വയസ്സാണ്. പക്ഷേ വിലാസിനി ടീച്ചർക്ക് തീരെ പ്രായക്കുറവായിരുന്നു. അത് കാരണം വിലാസിനി ടീച്ചർക്ക് ഒരുപാട് സർവീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തിൽ പിന്നെ ഒരു കുടുംബമാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പിന്നെ സ്ഥാപനമായാലും എന്തുമായാലും എല്ലായിടത്തും ഉണ്ടല്ലോ കുറച്ച് പ്രശ്നങ്ങളും പ്രശ്നക്കാരും അങ്ങനെ കുറച്ച് കാര്യങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു ഗൈഡിൻ്റെ ടീച്ചറും കൂടിയായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ 1997-ലാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഡൽഹിയിൽ പ്രസിഡൻറ്റിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ രാഷ്ട്രപതിയുടെ അടുത്ത് പോകാനൊരവസരം എനിക്ക് കിട്ടി. ഞാനും എൻ്റെ മകളും കൂടെ പോയി. മകൾ രാഷ്ട്രപതി ഗൈഡായിരുന്നു. അങ്ങനെ പോയി. വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ജില്ലയിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മൾ ഇവിടുന്ന് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയതാണ്. നമ്മളവിടെ പോയി രാഷ്ട്രപതി KR നാരായണനെ കാണുകയും അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോവുകയും നമുക്ക് ഗംഭീര പാർട്ടി തരികയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു 13 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ സ്കൂളിലെത്തി. അങ്ങനെ വീണ്ടും നമ്മൾ സ്കൂളിൽ സജീവമായി നമ്മൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഒരു ദിവസം ഉച്ചയ്ക്ക് എനിക്കുണ്ടായ അനുഭവങ്ങൾ കുറച്ചൊക്കെ ഞാൻ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ പറയുന്നേ ഉള്ളൂ. ഉച്ച സമയത്ത് ഞങ്ങൾ ഊണ് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ ഓടി വന്നിരിക്കുന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ ഓടി വന്നു. പിന്നെ ഒരുത്തിയുടെ കയ്യിൽ സൂചി കയറി, കൈയുടെ വെള്ളയ്ക്ക്. തമാശ പറഞ്ഞ് ചിരിച്ചിട്ടിരിക്കുമ്പം ഡെസ്കിൻ്റെ മേലെ സൂചി കുത്തി വെച്ചിരുന്നത് ആ കുട്ടി കണ്ടില്ല. ഇങ്ങനെ കൈയടിച്ച് ചിരിച്ചപ്പോൾ അതങ്ങ് കയറി ഓടി വന്നപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ പെട്ടെന്ന് എണ്ണീറ്റിട്ട് ഒരു തുണി എടുത്തിട്ട് എൻ്റെ ആ കൈയുടെ പിന്നെ കുഴ, അതായത് പത്തിയുടെ കുറച്ച് മേലെ ഭാഗത്തായിട്ട് കെട്ടിയിട്ട് ഓടിപ്പോയി സ്റ്റാഫ് റൂമിൽ പോയി, ഓഫീസ് റൂമിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു കാന്തം എടുത്തുകൊണ്ട് വന്ന് ഈ കയറിയ ഭാഗത്ത് അങ്ങനെ വെച്ചിട്ട് അതിനെ അങ്ങനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, സൂചി എടുത്തു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കഥകൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും തീരില്ല. അങ്ങനെയുള്ള ഒരു കഥകളാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കാലം 28 വർഷത്തോളം ഞാൻ എൻ്റെ സ്കൂളിൽ. അതിനിടയിൽ എനിക്ക് അവിടുന്ന് വേറൊരു സ്കൂളിലേക്ക്, അതായത് തൃത്താല സ്കൂളിലേക്ക് ഗവൺമെൻറ് പിന്നെ ഒരു കുട്ടിയുടെ ഒരു കുറവ് കാരണം എൻ്റെ പോസ്റ്റ് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നു. അവിടെ പോയിട്ട് അവിടെ 2 മാസം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അവിടെ കഴിഞ്ഞു. ആ കഥകളെല്ലാം ഞാൻ അടുത്ത ദിവസം പറയുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, നാളെ കാണാം.